ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് സമൂഹത്ത് നോക്കുവാണെങ്കിൽ ഓരോരുത്തരും പ്രാധാന്യം കൊടുക്കുന്നത് ഓരോ കാര്യത്തിനാണ്. അപ്പോൾ ഓരോരുത്തരുടെയും രീതി അനുസരിച്ച് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കും വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ടാണല്ലോ നമ്മൾ സന്തോഷിക്കുന്നതും ആനന്ദിക്കുന്നതും എല്ലാം തന്നെ. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് മനസ്സിൻ്റെ സംതൃപ്തിയാണ് ഏറ്റവും പ്രധാനം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിനകത്ത് വ്യക്തികൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ വെറൈറ്റി വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമുക്കിപ്പോൾ ഈ ഒരു കാര്യം സാധാരണ രീതി ചെയ്യാം, എന്നാൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി വ്യത്യസ്തമായ രീതിയിലും ചെയ്യാം. നാവ് കൊണ്ടുള്ള ചില ക്രിയകൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നെർവ് എൻഡിങ്സുമായിട്ട് ബന്ധപ്പെട്ട്, പ്രഷർ പോയിൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ രീതിക്കും അതിൻ്റേതായ പ്രാധാന്യം വരുന്നുണ്ട്. എല്ലാവരും യുണീക്ക് ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതികളാണ് ഓരോരുത്തരും പരീക്ഷിക്കുന്നത്. ഒരു കാര്യം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോലല്ല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിനകത്തൊന്നല്ല, ഏത് കാര്യത്തിലും അങ്ങനെയാണ്. ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് സ്വയം ചെയ്യേണ്ട, സ്വയം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെയൊക്കെ രീതികളെ ശരിക്കും മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം വരുന്ന എപ്പോഴാണ്? നമ്മുടെ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ മെൻ്റൽ ബോഡി ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. കാമത്തിൻ്റേതായിട്ടുള്ള ആഗ്രഹം വരണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള മെച്യൂരിറ്റി വേണം. തന്നെയല്ല, അതിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ടും കളർഫുള്ളാക്കാനായിട്ടും ഓരോ വ്യക്തിയും പല കാര്യങ്ങളും സ്വയം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏത് രീതിയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സങ്കല്പങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഈ ഒരു രീതിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ സിസ്റ്റം പൂർണ്ണമായിട്ട് ഏകാഗ്രമാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്ന ആളിൻ്റെ സന്തോഷം എന്താണ്? അവരെക്കൊണ്ട് മറ്റൊരാൾ ആനന്ദം അനുഭവിക്കുന്നു എന്ന ഒരു സംതൃപ്തി. ഈ ഒരു സാഹചര്യത്തിൽ എതിർലിംഗത്തിൻ്റെ ആകർഷണം വേണമെന്നും ഇഷ്ടം വേണമെന്നും എല്ലാവർക്കും ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനം ചെയ്യിപ്പിക്കുന്ന ആളിൻ്റെ റെസ്പോൺസാണ്. അത് പങ്കാളിക്കൊരു പ്രത്യേക ഊർജം കൊടുക്കുന്നതായിരിക്കണം, ആത്മവിശ്വാസം കൊടുക്കുന്നതായിരിക്കണം. എന്തുകൊണ്ടാണ് നാവും വിരലും ഒരേ സമയം യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക തലത്തിലോട്ട് പോകാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു ഈ സമയത്ത് പലരും അവരുടേതായിട്ടുള്ളൊരു ലോകത്തേക്ക് പോകാറുണ്ട്. മെച്യൂരിറ്റി ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്കറിയാൻ പറ്റും എന്ത് ചെയ്താൽ, എങ്ങനെ ചെയ്താൽ പൂർണ്ണമായ സംതൃപ്തിയിലോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ ഈ ഒരു രീതിയിൽ കൂടി കിട്ടുന്നുണ്ട്. ഏത് രീതിയാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടിന്യൂഷനാണ്. ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. കുറേ സമയം അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക തലത്തിലേക്ക് വരുന്നത്. അതുപോലെ കാമത്തിൻ്റെ ഊർജം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് കണ്ണുകളിലാണ്. കണ്ണുകൾ അടയ്ക്കുന്നതും ഈ സമയത്ത് ഒരു പ്രത്യേക പോയിന്റിൽ ഏകാഗ്രപ്പെടാനാണ്. എനിക്ക് തോന്നുന്നു പങ്കാളി ഏറ്റവും കൂടുതൽ അവരെ സ്വയം മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്താണ്. തന്നെയല്ല, ഇത് കഴിയുമ്പോൾ പങ്കാളിക്ക് ഏത് മെത്തേഡാണ് ഇഷ്ടം, അതിനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും വേണം. അതുപോലെ ഇതിനകത്തും ചില വേരിയേഷൻസ് ഉണ്ട്, അതും ഇടയ്ക്കൊക്കെ പരീക്ഷിച്ച് നോക്കാം. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് രണ്ടു പേർക്കും സ്നേഹത്തിൻ്റെ ഊർജ്ജത്തേക്കാൾ കൂടുതലായിട്ട് കാമത്തിൻ്റെ ഒരു ഊർജ്ജമാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ സ്വിച്ച് എവിടാന്ന് കറക്റ്റായിട്ട് അറിഞ്ഞെങ്കിലേ ബൾബ് കത്തത്തുള്ളൂ. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ സംബന്ധിച്ച് സ്നേഹമുള്ള പങ്കാളിയാണെങ്കിലും ഈ സമയത്തുള്ള അവരുടെ സങ്കല്പം വ്യത്യസ്തമാണ്. എന്നുവെച്ചാൽ തീവ്രമായ ഒരു ആകർഷണത്തിൻ്റെ റെസ്പോൺസാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ചില വാക്കുകളിൽ കൂടിയാണെങ്കിലും പെരുമാറ്റത്തിൽ കൂടിയാണെങ്കിലും അതൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതി വരണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സങ്കല്പവും വേണം. അതിനുവേണ്ടി കുറച്ച് സമയത്തേക്ക് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സാഹചര്യം എല്ലാം ഒന്ന് മറന്നേ പറ്റൂ. അതുപോലെ ഇവിടെ ആ പങ്കാളിയുടെ നേച്ചർ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രകൃതിയാണെങ്കിലും നമുക്ക് ആകർഷണം കൂട്ടാനുള്ള കാര്യങ്ങൾ ശരീരത്തിനും മനസ്സിനും ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വികാരപരമായിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ട് കാമപരമായിട്ട് എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ പിന്നിലൊരു സോഴ്സ്. തന്നെയല്ല, ഏത് വ്യക്തിയാണെങ്കിലും സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ വികാരപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ചെയ്യുകയും വേണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.